കിഴക്കേടൻ തറവാടിൻ്റെ അന്തസ്സും അഭിമാനവും ഒന്നും തെരുവിലേക്ക് ഇറങ്ങില്ലെന്ന പഴയ ആഢ്യത്വത്തിൻ്റെ കണക്കും പറഞ്ഞ് അച്ഛനെന്നെ ഭീഷണിപ്പെടുത്തിയപ്പോഴും ഞാൻ സമ്മതിക്കാതെ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചതായിരുന്നു. എന്നിട്ടും അച്ഛൻ എന്നോട് ഒരല്പം പോലും ദയ കാണിച്ചില്ല. എൻ്റെ ചിത കണ്ടേ നീ അടങ്ങുള്ളൂ എന്നും പറഞ്ഞ് ഉത്തരത്തിൽ കെട്ടി തൂങ്ങാൻ ശ്രമിച്ച എൻ്റെ അച്ഛനു മുമ്പിൽ കീഴടങ്ങി കൊടുക്കുകയല്ലാതെ എനിക്ക് വേറെ മാർഗമൊന്നും ഉണ്ടായിരുന്നില്ല വിനുവേട്ട. വിവാഹവേഷവും അണിഞ്ഞ് വിനുവേട്ടൻ്റെ മുൻപിൽ വന്നു നിൽക്കാൻ ആഗ്രഹിച്ച എനിക്ക് അതേ വേഷത്തെ തന്നെ നിന്നുകൊണ്ട് ആ മുഖത്തേക്ക് നോക്കി ഇഷ്ടമില്ലെന്ന് വിളിച്ചു പറയാനേ അന്ന് എനിക്ക് സാധിച്ചുള്ളൂ. പിന്നീട് ആ മുഖത്തേക്കൊന്ന് നോക്കാൻ പോലുമുള്ള ധൈര്യം എനിക്കുണ്ടായിരുന്നില്ല. ആ ചങ്ക് പെടയുന്നത് ഞാൻ കേൾക്കാഞ്ഞിട്ടുമല്ല, എൻ്റെ നിവൃത്തിയേടുകൊണ്ടാ എനിക്കന്ന് അങ്ങനെയൊക്കെ പറയേണ്ടി വന്നത്. ആ നിമിഷം ഭൂമി പിളർന്ന് താഴേക്കൊന്ന് പോയിരുന്നെങ്കിൽ എന്ന് പോലും ഞാൻ അറിയാതെ ആശിച്ചു പോയിരുന്നു. എല്ലാം ഇട്ടെറിഞ്ഞ് വിനുവേട്ടൻ്റെ അടുത്തേക്ക് ഓടി വരണമെന്ന് മനസ്സ് ഒരുപാട് കൊതിച്ചിരുന്നെങ്കിലും ഞാൻ കാരണം എൻ്റെ പ്രായമായ മുത്തശ്ശി ഒരിക്കലും തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരരുതെന്ന് മാത്രമേ ഞാൻ അപ്പോൾ ചിന്തിച്ചിരുന്നുള്ളൂ. അല്ലാതെ ഞാൻ ഒരിക്കലും നിങ്ങളെ സ്നേഹിച്ചു വഞ്ചിക്കാൻ ശ്രമിച്ചിട്ടില്ല വിനുവേട്ട. സംസാരത്തിനിടയിൽ പെട്ടെന്ന് അവളുടെ സ്വരമൊന്നിടറി. കണ്ണുകൾ അമർത്തി തുറച്ചുകൊണ്ട് വീണ്ടും അവൾ പുറത്തേക്ക് നോക്കിയിരുന്നപ്പോൾ എന്തു പറയണമെന്നറിയാതെ അവനും സ്തംഭിച്ചിരുന്നു പോയി. ഇത്രയും നാൾ തുളസിയെക്കുറിച്ച് താൻ കരുതിയിരുന്നതെല്ലാം തൻ്റെ വെറും തെറ്റിദ്ധാരണകൾ മാത്രമായിരുന്നുവെന്ന് തിരിച്ചറിഞ്ഞ നിമിഷമായിരുന്നു അത്. കുറ്റബോധം കൊണ്ട് ആ മനസ്സും നേറിപ്പുകയാൻ തുടങ്ങിയപ്പോഴാണ് എന്തു പറയണമെന്നോ എങ്ങനെ സമാധാനിപ്പിക്കണമെന്നോ അറിയാത്ത ഒരവസ്ഥയിൽ അവനും ആകെയൊന്ന് വല്ലാണ്ടായത്. തുളസി, പെട്ടെന്ന് അവൻ പതിഞ്ഞ സ്വരത്തോടെ ഒന്ന് വിളിച്ചു. എൻ്റെ ജീവിതം നഷ്ടപ്പെട്ടു പോവുകയാണെന്ന് അറിഞ്ഞിട്ടും ഞാനെല്ലാം സഹിച്ചാണ് അയാൾക്ക് മുന്നിലേക്ക് തല നീട്ടിക്കൊടുത്തത്. പണവും മദ്യവും സ്ത്രീകളുമൊക്കെ രുദ്രനെ പോലെ ഒരാൾക്ക് എന്നും ലഹരിയായിരുന്നു വിനുവേട്ട. ആ കൂട്ടത്തിൽ അയാൾ എന്നെയും കണ്ടു തുടങ്ങി. മദ്യപിച്ച് ലെക്ക് കെട്ട് കയറി വരുന്ന അയാളെ പണം കൊടുക്കാതെ ശുശ്രൂഷിക്കാൻ ഒരാള്, അതായിരുന്നു അവിടുത്തെ എൻ്റെ സ്ഥാനം. ദേഷ്യം വന്നാൽ അയാൾ തല്ലുകയും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. എതിർക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ അയാൾ വലിച്ചു തീർത്ത സിഗരറ്റ് കുറ്റി കൊണ്ട് എന്നെ വേദനിപ്പിച്ച് മുറിവേൽപ്പിക്കുമ്പോഴും അയാൾ ഉറക്കെ പൊട്ടിച്ചിരിക്കുന്നത് ഞാൻ കേട്ടിരുന്നു. ഞാൻ കരയുന്നതും വേദനിക്കുന്നതും എല്ലാം അയാൾക്കൊരു തരം ലഹരി തന്നെയായിരുന്നു. ചിലപ്പോഴൊക്കെ അയാൾ വന്ന് കയറുന്നത് ഒറ്റയ്ക്കാവില്ല, കൂടെ പല സ്ത്രീകളും ഉണ്ടാവും. കാര്യം കഴിഞ്ഞ് പിറ്റേ ദിവസം അവരൊക്കെ പണം വാങ്ങിച്ച് മടങ്ങി പോവുകയും ചെയ്യും. എല്ലാം കണ്ടും കേട്ടും മനസ്സെല്ലാം മരവിച്ചൊരവസ്ഥയിലായിരുന്നു ഞാൻ അവിടെ കഴിഞ്ഞിരുന്നത്. എന്നിട്ടും ഞാൻ ആരോടും പരാതിയും പരിഭവവും ഒന്നും പറയാൻ ശ്രമിച്ചില്ല. എന്നാൽ ഒരു ദിവസം അയാൾ കയറി വന്നത് അയാളുടെ ഒരു ഫ്രണ്ടിനെ കൂട്ടിയായിരുന്നു. രുദ്രൻ്റെ കൊള്ളരുതായ്മകൾക്ക് എപ്പോഴും കൂട്ടുനിൽക്കുന്ന ഒരുത്തനായിരുന്നു അവൻ. അവന് വേണ്ടി എന്നോട് കിടക്ക പങ്കിടണമെന്ന് കൂടി അയാൾ ഭീഷണിയുടെ സ്വരമുയർത്തിയപ്പോൾ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെടണമെന്ന് മാത്രമേ ഞാനപ്പോൾ കരുതിയിരുന്നുള്ളൂ. മദ്യം തലയ്ക്ക് പിടിച്ചിരിക്കുന്നവർക്കിടയിൽ നിന്നും അവരറിയാതെ ആ ഇരുട്ടിൻ്റെ മറവിലേക്ക് ഓടിയിറങ്ങിയപ്പോൾ എവിടേക്കാണെന്നോ എന്തിനാണെന്നോ എന്നൊന്നും നിശ്ചയം ഉണ്ടായിരുന്നില്ല ഈ തുളസിക്ക്. പേടിച്ചും കരഞ്ഞും ആ ഇരുട്ടിനെ നേരം വെളുപ്പിച്ചെടുത്ത എനിക്ക് എങ്ങനെയെങ്കിലും ഈ ജീവനൊന്ന് അവസാനിപ്പിച്ച് കിട്ടിയാൽ മതിയെന്ന് മാത്രമേ അന്നേരം ചിന്തയുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അവിടെയും ഈശ്വരന്മാർ എന്നെ തോൽപ്പിക്കുകയല്ലേ വിനുവേട്ട ചെയ്തത്. ചങ്കിടറിയ സ്വരത്തോടെ അവൾ അത് പറഞ്ഞു തീർത്തപ്പോഴേക്കും അവനിൽ നിന്നും മുഖം പൊത്തിപ്പിടിച്ചുകൊണ്ട് അവൾ ഉറക്കെ പൊട്ടിക്കരയാൻ തുടങ്ങി. എല്ലാം കേട്ടുകഴിഞ്ഞ ഞെട്ടലിൽ അവൻ ഇരിക്കുമ്പോഴും അവളുടെ കണ്ണിൽ നിന്നും അടർന്നു വീഴുന്ന കണ്ണുനീര് തൻ്റെ ഹൃദയത്തെ ചുട്ടുപൊള്ളിക്കുന്നത് പോലെ അവൻ അന്നേരം തോന്നി. രുദ്രനോടുള്ള ദേഷ്യവും വെറുപ്പുമെല്ലാം കൊണ്ട് അന്നേരം അവൻ്റെ കണ്ണുകളാകെ ചുവന്ന് കലങ്ങി മറിഞ്ഞിരുന്നു. മുഖത്തെ ഞരമ്പുകളെല്ലാം വലിഞ്ഞു മുറുകിയ ഭാവത്തിൽ അവൻ മുഷ്ടി ചുരുട്ടി പിടിച്ചെങ്കിലും സ്വയം നിയന്ത്രിച്ച് ശാന്തനായിരിക്കാൻ ശ്രമിച്ചുകൊണ്ടാണ് പിന്നീട് അവൻ അവളെയൊന്ന് സ്നേഹത്തോടെ നോക്കിയത്. തുളസി, നിന്നെ എന്തു പറഞ്ഞാണ് ഇപ്പോൾ ആശ്വസിപ്പിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. ഇതുവരെ സത്യങ്ങളൊന്നും അറിയാതെ ഞാനും എന്തൊക്കെയോ തെറ്റിദ്ധരിച്ചു പോയി. ഒരു പക്ഷേ ഇതൊക്കെ നമ്മുടെ വിധിയാണെന്നോർത്ത് സമാധാനിക്കാം നമുക്ക്.
പക്ഷേ തന്നെ ഈ അവസ്ഥയിൽ ഉപേക്ഷിക്കാനോ അയാൾക്ക് മുന്നിലേക്ക് ഇട്ടുകൊടുക്കാനോ ഒന്നും എൻ്റെ ഈ മനസ്സ് അനുവദിക്കുന്നില്ല തുളസി. കലങ്ങിയ കണ്ണുകളിലെ നീർത്തിളക്കത്തോടെ അവളെ നോക്കി അവനത് പറയവേ ഇരു കണ്ണുകളും അമർത്തി തുടച്ചുകൊണ്ട് അവളും അവൻ്റെ മുഖത്തേക്ക് നോക്കിയൊന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. സാരമില്ല വിനുവേട്ട, ഇതൊക്കെ എൻ്റെ വിധിയാ. ഇനി ഈ ജീവിതം നരകിച്ച് തീർക്കാൻ ബാക്കിയുണ്ടാവും. അതുകൊണ്ടല്ലേ ചാവാൻ സമ്മതിക്കാതെ ഈശ്വരന്മാർ എൻ്റെ ജീവൻ വീണ്ടും തിരികെ തന്നത്. അതുകൊണ്ടിനി ഞാൻ ജീവിച്ച് തീർത്തല്ലേ പറ്റൂ. എന്നെക്കുറിച്ച് ഓർത്ത് വിനുവേട്ട ഒരിക്കലും ടെൻഷൻ അടിക്കണ്ട. ഇപ്പോൾ എന്നെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവിട്ടാൽ മതി. വരുന്നതൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാൻ തന്നെയാണ് ഇനി ഈ തുളസിയും തീരുമാനിച്ചിരിക്കുന്നത്. ഗൗരവം കലർന്ന സ്വരത്തിൽ അവളത് പറയുമ്പോൾ രുദ്രനിൽ നിന്നും തുളസിയെ തൽക്കാലം സേഫായ ഒരിടത്തേക്ക് എത്തിക്കുക എന്നത് മാത്രമായിരുന്നു അവനും ചിന്തിച്ചത്. അതുകൊണ്ടാണ് പെട്ടെന്നവൻ ഹാൻഡിൽ ബാറിൽ മുറുക്കെ പിടിച്ച് കണ്ണുകൾ മുൻപോട്ട് കൂർപ്പിച്ചു നിർത്തിയത്. കിഴക്കേടൻ തറവാടിൻ്റെ ഉമ്മറത്ത് ചാരിയിരുന്നു കൊണ്ട് പ്രകാശൻ ഒരു പഴയ മാഗസിനും വായിച്ചിരിക്കുന്നതിനിടയിലാണ് ആവി പറക്കുന്ന ചായയുമായി സാവിത്രി പെട്ടെന്ന് അവിടേക്ക് കടന്നു വന്നത്. അയാൾ അത് വാങ്ങിച്ച് ചുണ്ടോടടുപ്പിക്കാൻ നേരത്താണ് വിനുവിൻ്റെ ഓട്ടോറിക്ഷ തറവാടിൻ്റെ വീട്ടുമുറ്റത്തേക്ക് വന്നു കയറിയത് അയാളും ശ്രദ്ധിച്ചത്. വന്നിരിക്കുന്നത് വിനു ആണെന്ന് തിരിച്ചറിഞ്ഞതോടെ അയാളും സാവിത്രിയും ഒരു ഇഷ്ടക്കേടോടെയാണ് അവനെയൊന്ന് കൂർപ്പിച്ചു നോക്കിയത്. അതിനു പിറകെ തുളസി കൂടി ഓട്ടോയിൽ നിന്ന് ഇറങ്ങി വരുന്ന കാഴ്ച കണ്ടതോടെ അയാളുടെ നിയന്ത്രണം അപ്പാടെ നഷ്ടപ്പെട്ടതുപോലെയാണ് പ്രകാശൻ അവിടെ നിന്നും ചാടി എഴുന്നേറ്റത്. എവിടേക്കാ ഈ എഴുന്നള്ളത്ത്? അച്ഛാ അവളങ്ങനെ വിളിച്ചു തീർന്നില്ല. അപ്പോഴേക്കും അയാളുടെ കൈ അവളുടെ മുഖത്ത് പതിഞ്ഞു കഴിഞ്ഞിരുന്നു. പെട്ടെന്ന് അത് കണ്ട ദേഷ്യത്തിൽ വിനുവും പ്രകാശിന് മുന്നിലേക്ക് കയറി നിന്നുകൊണ്ട് അയാളെ ഒന്ന് തറപ്പിച്ചു നോക്കി. നിനക്കെന്താടാ എൻ്റെ കുടുംബത്തിൽ കാര്യം? ഇങ്ങനെ വലിഞ്ഞേറി വരാതെ എൻ്റെ മുന്നിൽ നിന്നും മര്യാദയ്ക്ക് മാറി നിൽക്കുന്നത് നിനക്ക് നല്ലത്. അയാൾ കണ്ണുരുട്ടിക്കൊണ്ട് അവൻ്റെ നേരെയൊന്ന് കയർത്തു. ഞാൻ മാറി നിൽക്കാം, പക്ഷെ അതിനു മുമ്പ് നിങ്ങൾ തുളസിയെ തല്ലിയതിൻ്റെ കാരണമെന്തെന്ന് എനിക്കൊന്ന് അറിയണം. അതൊക്കെ ഞാൻ നിന്നോട് വിശദീകരിക്കേണ്ട കാര്യം എന്താടാ? അടുക്കള ജോലിക്കാരിയുടെ മകൻ എന്നും ആ സ്ഥാനത്ത് നിന്നാ മതി. അല്ലാതെ ഈ കിഴക്കേടൻ തറവാട്ടിലെ പ്രകാശിനെ കയറി നീ അങ്ങോട്ട് ഭരിക്കാൻ നിൽക്കണ്ട. ഞാൻ തല്ലിയത് എൻ്റെ മകളെയാ. ചിലപ്പോൾ ഞാൻ അവളെ തല്ലിയെന്നും കൊന്നു കുഴിച്ചു മൂടിയെന്നൊക്കെ വരും. അതൊക്കെ എൻ്റെ ഇഷ്ടം. നിങ്ങൾ ശരിക്കൊരു അച്ഛനാണോ? ഒരു മാടിനെ പോലെ കഴുത്തറുത്ത് കൊണ്ടല്ലേ നിങ്ങൾ ആ രുദ്രനെ പോലെ ഒരാളുടെ കയ്യിലേക്ക് തുളസിയെ വിവാഹം കഴിപ്പിച്ചു കൊടുത്തത്? അതിൻ്റെ ഫലമായിട്ടാ തുളസി നീ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം. അറിയാടാ, എനിക്ക് എല്ലാം അറിഞ്ഞു തന്നെയാ ഞാനിവിടെ ഇരിക്കുന്നത്. ഇവളെ കാണാനില്ലെന്ന് പറഞ്ഞ് രുദ്രൻ ആദ്യം വന്നത് ഇവിടെയായിരുന്നു. സ്വന്തം ഭാര്യയെ കാണാനില്ലെന്ന ആദിയും സങ്കടമൊക്കെ ഞാൻ ആ മുഖത്തന്നേരം ശരിക്കും കണ്ടതുമാണ്. അങ്ങനെയുള്ള ഒരാളെ പറ്റിച്ചല്ലേ ഇവള് നിന്റെ കൂടെ ഇറങ്ങിപ്പോന്നത്. ഇപ്പോൾ നാട്ടുകാരെല്ലാവരും ഈ കിഴക്കേടൻ തറവാട്ടിലെ പുതിയ വിശേഷങ്ങൾ പാടി നടക്കാൻ തുടങ്ങിയിരിക്കുക. അടുക്കളക്കാരിയുടെ പുന്നാര മോനും തറവാട്ടിലെ പെണ്ണും ഒളിച്ചോടിപ്പോയെന്നാ അവരൊക്കെ പറഞ്ഞു പരത്തിയിരിക്കുന്നത്. പല്ല് കൂട്ടിക്കടിച്ചുകൊണ്ട് അയാൾ അവളെ നോക്കിയത് പറയവേ പെട്ടെന്നത് കേട്ട അന്താളിപ്പിൽ തുളസിയും ഒരു നിമിഷം തറഞ്ഞു നിന്നുപോയി. എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് അവളുടെ ഒരു നിൽപ്പ് കണ്ടില്ലേ പ്രകാശേട്ടാ? ദൈവം ഒരാൾ മുകളിലുള്ളതുകൊണ്ടാ ഒളിച്ചോടാൻ ശ്രമിക്കുന്നതിനിടെ രണ്ടും കൂടി പുഴയിലേക്ക് മൂക്കും കുത്തി വീണുപോയത്. അതോടെ അങ്ങ് തീർന്നു കിട്ടിയിരുന്നെങ്കിൽ ഇത്രയും നാണക്കേട് നമുക്കൊന്നും ഉണ്ടാകുന്നില്ല. ഇതിപ്പോൾ മാനം കളഞ്ഞ് വീണ്ടും ഇവിടേക്ക് തന്നെ കയറി വന്നത് എന്തിനാണാവോ? സാവ്യമ്മേ, ഞാൻ പറയുന്നത് ഒന്ന് വിശ്വസിക്കണം. നിങ്ങളീ പറയുന്നതൊന്നുമല്ല യഥാർത്ഥത്തിൽ നടന്നത്. ദയവിത് എനിക്ക് പറയാനുള്ളത് കേൾക്കാനെങ്കിലും നിങ്ങളൊന്ന് മനസ്സ് കാണിക്കണം. നിറക്കണ്ണുകളോടെ അവളാ നിമിഷം സാവിത്രിയെ ഒന്ന് നോക്കി. എന്തിന്? ഇതിൽ കൂടുതലൊന്നും ഞങ്ങൾക്കിനി കേൾക്കണമെന്നില്ല. എല്ലാ സത്യങ്ങളും ഇവിടെ എല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞു. ദേ നോക്ക് പ്രകാശേട്ടാ, ഇനിയും ഇവളെപ്പോലെ ഒരുത്തിയെ ഈ വീട്ടിലേക്ക് കയറ്റാനാണ് ഭാവെങ്കിൽ വളർന്നു വരുന്ന എൻ്റെ പെങ്കൊച്ചുകൂടി വഴിതെറ്റി പോകുന്നുള്ള കാര്യം ഉറപ്പാ. അതുകൊണ്ട് ഇവളെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നും പറഞ്ഞു വിട്ടില്ലെങ്കിൽ ഞാനും എൻ്റെ മോളും ആർക്കൊരു ശല്യമാകാതെ വേറെ എവിടേക്കെങ്കിലും ഇറങ്ങിപ്പോവും. മൂക്കും മുഖവും വിറപ്പിച്ചുകൊണ്ട് സാവിത്രി അത് പറയുമ്പോൾ പ്രകാശൻ അവളെ തന്നെയൊന്ന് കൂർപ്പിച്ചു നോക്കി. അതിന് ഈ അസത്തിനെ ഞാൻ ഇവിടേക്ക് കയറ്റുന്നില്ലെങ്കിലോ സാവിത്രി? മാന്യമായ രീതിയിൽ രുദ്രനെ വിവാഹം ചെയ്തു കൊടുത്തതാ ഞാനിവളെ. എന്നിട്ട് ഇവൾ ചെയ്തതെന്താ? ഭർത്താവിനെ ഉപേക്ഷിച്ച് കാമുകനെ തെരഞ്ഞു പോയിരിക്കുന്നു. നാണം കെട്ടവള്.
ഇതിൽ പരം ഒരു നാണക്കേട് എൻ്റെ ഈ ജീവിതത്തിൽ ഇനി സംഭവിക്കാനില്ല. അച്ഛാ, എന്തൊക്കെയാ ഈ വിളിച്ചു പറയുന്നതെന്ന് വല്ല നിശ്ചയമുണ്ടോ? കണ്ണുകൾ വിടർത്തിക്കൊണ്ട് പെട്ടെന്ന് അവളത് ചോദിക്കവേ അയാൾ അവളെ വീണ്ടും ഒന്ന് പുച്ഛത്തോടെ നോക്കി. എടി, ആണുങ്ങളായാൽ സ്വല്പം മദ്യപിച്ചെന്നും തല്ലിയെന്നൊക്കെ ഇരിക്കും എന്ന് കരുതി അതൊക്കെ വലിയ പ്രശ്നമാണെന്നും പറഞ്ഞ് മറ്റൊരുത്തനോടൊപ്പം ഇറങ്ങിപ്പോവുകയല്ല വേണ്ടത്. ഇതിപ്പോൾ മാനക്കേട് കൊണ്ട് പുറത്തിറങ്ങാൻ വയ്യുന്ന സ്ഥിതിയായി ഞങ്ങൾക്ക്. ഇതിലും ഭേദം നീ അങ്ങ് ചത്തുപോയിരുന്നെങ്കിൽ ഇത്രയും വിഷമം എനിക്കുണ്ടായിരുന്നില്ല തുളസി. അയാൾ മുഷ്ടി ചുരുട്ടിപ്പിടിച്ചുകൊണ്ട് അവളെ നോക്കിയത് പറയുമ്പോൾ ചങ്ക് തകർന്ന അവസ്ഥയോടെ കണ്ണീരുതിർത്തുകൊണ്ട് അവളെല്ലാം കേട്ടുനിന്നു. അതിനിടയിലാണ് പെട്ടെന്ന് മുറ്റത്തേക്ക് ഒരു അംബാസിഡർ കാറുകൂടി വന്നു നിന്നത്. ആദ്യ കാഴ്ചയിൽ തന്നെ അത് രുദ്രന്റെ വാഹനമാണെന്ന് അവൾ തിരിച്ചറിഞ്ഞതും ഒരു പേടിയോടെ അവൾ വിനുവിൻ്റെ പിറകിലേക്കൊന്ന് മറിഞ്ഞു നിൽക്കാൻ ശ്രമിച്ചു. കട്ടിയുള്ള പുരികവും മീശയും ചുരുണ്ടി കിടക്കുന്ന മുടിയെല്ലാം കൂടി ചുരുട്ടിപ്പിടിച്ച് അയാൾ ഒതുക്കി വെച്ചിരിക്കുന്നു. സാമാന്യം വലുപ്പവും വണ്ണവുമുള്ള ഒരു മനുഷ്യനാണെന്ന പോലെ ചുവന്നിരിക്കുന്ന അയാളുടെ കണ്ണുകൾ ആരെയും ഒന്ന് പേടിപ്പെടുത്തുന്നത് പോലെയായിരുന്നു. ഷർട്ടിൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു ചെറിയ പാക്കറ്റ് പൊട്ടിച്ച് അയാൾ വായ്ക്കകത്തേക്ക് കമഴ്ത്തി പിടിച്ചുകൊണ്ട് തട്ടിയ ശേഷം അയാൾ അവരെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. അപ്പോഴും ആ കണ്ണുകളിലെ ചുവപ്പിന് മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. ഇടയ്ക്കിടെ ചവച്ചുകൊണ്ടിരിക്കുന്ന ലഹരിയെ നീട്ടിവലിച്ച് ആസ്വദിച്ചുകൊണ്ട് അയാൾ അവിടേക്ക് നടന്നു വരുമ്പോഴും തുളസി ഒരു പേടിയോടെ തന്നെ അയാളെയൊന്ന് എത്തി നോക്കി.